ക്രൈസ്തവോ പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഞാൻ നിങ്ങൾ കൈമാറുകയാണ്. പ്രതീക്ഷ അറ്റു എന്ന് തോന്നുന്നിടത്ത്, പ്രതീക്ഷയ്ക്കുമായി യാതൊരു വകയില്ലാമെന്ന് തോന്നുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് പ്രതീക്ഷയ്ക്കൊരു വകയുണ്ട്. സങ്കീർത്തനം 16:8 വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവനൊരു പ്രത്യാശയുണ്ട്. കാരണം ഏത് നിരാശ വരുമ്പോഴും, ഏത് ദുഃഖം വരുമ്പോഴും, ഏത് പ്രതിസന്ധി വരുമ്പോഴും, ഏത് തകർച്ചകൾ വരുമ്പോഴും എൻ്റെ ദൈവം എനിക്കൊരു പരിഹാരം തരുമെന്നുള്ള ഒരു പ്രത്യാശ. ആമേൻ. അതെന്തുകൊണ്ടാണ് പ്രത്യാശ വരുന്നതെന്ന് അറിയാവോ? എൻ്റെ ദൈവത്തെ, എന്നെ നിർമ്മിച്ചവനായ ദൈവത്തെ, എന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തെ, എന്നെ ഉളവാക്കിയവനായ ദൈവത്തെ ഞാൻ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുക. അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയെന്നുള്ള ഒരു പൂർണ്ണ ധൈര്യം, ഒരു ദൃഢധൈര്യം, ഒരു വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ആമേൻ. ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ ആരെങ്കിലും ഈ ദൈവത്തെ രുചിച്ചറിയാതെ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ദൈവത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് വിളിച്ചാട്ടെ. ആമേൻ. അപ്പൻ വരുന്നതിനേക്കാൾ, അമ്മ വരുന്നതിനേക്കാൾ, സഹോദരങ്ങൾ വരുന്നതിനേക്കാൾ, പ്രിയപ്പെട്ടവർ വരുന്നതിനേക്കാൾ, ചാർച്ചക്കാർ വരുന്നതിനേക്കാൾ, സഹോദരങ്ങൾ വരുന്നതിനേക്കാൾ, നിങ്ങളുടെ കൂട്ടുകാർ വരുന്നതിനേക്കാൾ ഏറ്റവും സ്പീഡിൽ നിങ്ങളുടെ വേദനകൾക്ക് മറുപടി തരുവാൻ അവൻ നിങ്ങളുടെ മുമ്പിൽ വരും. അവനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കുന്നവരുടെ നടുവിൽ അടുത്തു വന്നിട്ട് എന്തിനാണ് കരയെന്ന് ചോദിച്ച് അതിന്റെ കരച്ചിന് മറുപടി തരുന്ന ഒരു നല്ല കർത്താവ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് പ്രതീക്ഷയറ്റ ജീവിതം മടുത്തു എന്ന് പറയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ മടുക്കരുതേ. നിന്നെ നിർമ്മിച്ചവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ രക്ഷിച്ചവനായ ഒരു ദൈവമുണ്ട്, നിനക്ക് സമാധാനം തരുന്നവനായ ഒരു ദൈവമുണ്ട്, നിന്റെ വിഷയത്തിന് പരിഹാരം തരുന്നവനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ഹൃദയം കലങ്ങിപ്പോകരുത്. രക്ഷിക്കുന്നവനായ ഒരുവനുണ്ട്. പരിശുദ്ധ ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിലെ സന്ദേശം കേൾക്കുന്ന പ്രതീക്ഷയറ്റ ജീവിതം തീരുമെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈ നല്ല കർത്താവ് ഒന്ന് കിടന്നു ചെല്ലണം. അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ. എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ആമേൻ. എൻ്റെ ദൈവം എൻ്റെ മുൻപിൽ ഉള്ളത് കൊണ്ട് എൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, എന്നെ പണിതെടുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളൊരു പ്രത്യാശ ഈ ജനത്തിൻ്റെ മേൽ കൊടുക്കണം. ഇത് കേൾക്കുന്നവരുടെ കാതുകളിലും ഹൃദയത്തിലും സമാധാനം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.